പഠിക്കാത്ത മലയാളി ഒരാൾ കൂടി ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി. പൂയപ്പള്ളി വേങ്കോട് സ്വദേശിയായ ലാലു ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെൻസ് ഫാഷൻ .in എന്ന സൈറ്റിൽ 999 രൂപയ്ക്ക് 3 ഷർട്ടുകൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കണ്ടു. സാധനം വാങ്ങിയെത്തിക്കുമ്പോൾ പൈസ ഗൂഗിൾ പേ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഇതിൽ പ്രകാരം 3 ഷർട്ടുകൾക്ക് ഓർഡർ നൽകുകയും ചെയ്തു. 3-ാം ദിവസം വീട്ടുപടിക്കൽ ഓർഡർ ചെയ്ത സാധനവുമായി ആളെത്തി. പാക്കറ്റ് വാങ്ങുന്നതിന് മുൻപ് തന്നെ 999 രൂപ ഗൂഗിൾ പേ ചെയ്തു. സാധനം നൽകിയ ഉടൻ ഡെലിവറി ബോയ് സ്ഥലം കാലിയാക്കി. ഷർട്ടുകൾ കാണാനുള്ള ആകാംക്ഷയിൽ കവറുകൾ ഒന്നൊന്നായി പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് വീട്ടുകാർ ഞെട്ടിപ്പോയത്. ഒരു ജീൻസിന്റെ പാൻസും ഷർട്ടും, അതാകട്ടെ മുഷിഞ്ഞു നാറിയ പഴങ്കൂറകൾ. പിച്ചക്കാർക്ക് കൊടുത്താൽ അവർ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയും. ആ തരത്തിലുള്ള പഴന്തുണി. തട്ടിപ്പ് മനസ്സിലാക്കി കമ്പനിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ നമ്പർ നിലവിലില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. രീതിയിൽ നമ്മളുടെ മൊബൈലിലുള്ള ക്രോം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോമും ഉണ്ട്, ഗൂഗിൾ ക്രോമും ഉണ്ട്. ഈ ക്രോമിൽ നമ്മൾ സാധാരണ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പരസ്യങ്ങൾ വരും. അപ്പം ഒരു പരസ്യം, അതായത് മെൻസ് ഫാഷൻ എന്ന് പറയുന്ന ഇതാണ് സംഭവം. മെൻസ് ഫാഷൻ എന്ന് പറയുന്ന എനിക്കൊരു ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പരസ്യം വരികയുണ്ടായി. ആ പരസ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ 999 രൂപയ്ക്ക്, ഒന്നുകൂടെ കാണിക്കാം, 999 രൂപയ്ക്ക് 3 ഷർട്ട് എന്നുള്ള നിലയിൽ ഈ മെൻസ് ഫാഷനിൽ അവർ ഓൺലൈനിൽ സെയിലിന് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ കൊള്ളാമെന്ന് കണ്ടു. കുറച്ച് ദിവസം കൊണ്ട് ഈ പരസ്യം വരുന്നുണ്ട്. നമ്മളിപ്പം ക്രോം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ പരസ്യം വരുന്നുണ്ട്. അപ്പോൾ ആ പരസ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഓർഡർ ചെയ്തു. സാധനം വന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഡക്റ്റ് വന്നു. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ 3 ഷർട്ട് ഉണ്ടായതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഈ ക്രോമിനെ സംബന്ധിച്ചുള്ള നമുക്കെല്ലാവർക്കും വിശ്വാസമാണ്. അതുകണക്ക് തന്നെ ക്രോമിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളും അതുകണക്ക് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വരുന്നുണ്ട്. അപ്പം ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന വേൾഡ് വൈഡായിട്ടുള്ള ഈ ഒരു നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ ഇത് കണക്കുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത് കണക്കുള്ള അടിപൊളി പരസ്യമാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മളെ പല ആളുകളെയും ചീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രധാനമായി ഇപ്പോൾ ഈ മീഡിയ എടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ ഇതേപോലുള്ള പരസ്യം കണ്ടിട്ട് ചീറ്റിങ്ങിൽ അകപ്പെടരുത്. കാരണം ഇത്രയും വിശ്വാസമുള്ള ക്രോമിലൂടെ നമ്മൾ പല ആളുകളും ചീറ്റിങ്ങിൽ അകപ്പെടുന്നുണ്ട്. അത് ക്രോമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് ഞാൻ പറയും. കാരണം ക്രോമിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു സൈറ്റിനെ ആക്സസ് ചെയ്ത് നമ്മൾ ഓൺലൈനിലൂടെ, ഇപ്പം ഓൺലൈൻ മേഖലയിൽ വളരെ വലിയ കച്ചവടങ്ങളാണ് നടക്കുന്നത്. ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഇങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിൽ വളരെ വലിയ കച്ചവടങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പിൽ ഇതണക്ക് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ആളുകളെ മെൻ്റലി അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളെ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല പരസ്യങ്ങളും നമുക്ക് ക്രോമിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചീറ്റിങ്ങുകളിൽ മറ്റുള്ള ആളുകൾക്ക് അബദ്ധം ഉണ്ടാകാതിരിക്കാനും ക്രോം എന്ന് പറയുന്ന സിസ്റ്റത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഈ സിസ്റ്റത്തെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സംവിധാനമാണ്. നമുക്ക് പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. അതിന് ഇത്രയാണ് ഞാൻ ഉപയോഗിച്ച 999 രൂപയാണ് അതിൻ്റെ റേറ്റ് അവർ ഇട്ടിരുന്നത്. അപ്പോൾ 3 ഷർട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഷർട്ടാണ്. അതായത് ഉപയോഗിച്ച് എവിടെയോ തറയിലിട്ട് ചവിട്ടി നശിപ്പിച്ച ഒരു ഷർട്ടാണ് അവർ ഇതിനകത്തേക്ക് നമുക്ക് തന്നത്. ഇതാണ് അതിൻ്റെ മെൻ ഫാഷൻ എന്ന് പറയുന്ന സൈറ്റിൻ്റെ സത്യാവസ്ഥയാണ് ഈ പറയുന്നത്. അതിനകത്തിരുന്ന് നമ്മളതിനകത്ത് ഓർഡർ ചെയ്ത് പ്രോഡക്റ്റ് മേടിച്ചാലും ഇതായിരിക്കും അവസ്ഥ. ഇത് എല്ലാ ആളുകൾക്കും നമ്മുടെ ആളുകൾക്ക് വെൽ പാക്കാണ്. അതാണ് നമ്മൾ വേറെ. അപ്പം ഡെലിവറി ബോയ് എന്ന് പ്രോഡക്റ്റ് വന്നു, നമ്മൾ പ്രോഡക്റ്റ് മേടിച്ച് വെച്ചു. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് പൊട്ടിച്ചപ്പോൾ പിള്ളേരിടുന്ന ഒരു പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ മുമ്പേ ഉപയോഗിച്ച പാൻറ്റാണ്, നമുക്ക് കാണാൻ സാധിച്ചത്. പിള്ളേരിടുന്ന പാൻറ്, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഈ പാൻറ്റും ഈ ഒരു കൂറ ഷർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും മുഷിഞ്ഞ് നാറിയ നാറ്റമുള്ള ഷർട്ടാണ് ഈ ഒരു പാക്കറ്റിനകത്ത് നമുക്ക് കിട്ടിയത്. അപ്പം മറ്റുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചീറ്റിങ്ങിൽ അകപ്പെടാതെ ആളുകൾക്ക് ഇതേക്കുള്ള ചീറ്റിങ് പറ്റരുത്. ഗൂഗിൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഫേക്ക് എന്ന് പറയുന്ന സൈറ്റുകളെ
എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ആക്സസ് കൊടുക്കാൻ പാടില്ല. കാരണം ലോക ജനത വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവർ പല ആളുകളും ഇതിനകത്ത് കയറി പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ആ സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ന്യൂസ് ഫേക്കായിട്ടുള്ള സംവിധാനങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വരാതെ നോക്കേണ്ടത് അവരുടെ മാത്രം കർത്തവ്യമാണ്. മാത്രമല്ല, ഈ ഹാക്കേഴ്സായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കെന്താണ് സുരക്ഷിതത്വം? അതായത് ക്രോമിനകത്ത് കയറുമ്പം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും അവർ കയറി നമ്മളെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഡേറ്റാസ് അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടാണ് ഞാൻ ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് വന്നത്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.